വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 7. അക്കാലത്ത് യേശു ടൈർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കാപോളിസ് പ്രദേശങ്ങളിലൂടെ ഗലീല കടൽത്തീരത്തേക്ക് പോയി. ബദരിനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരു യുവാവിനെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവിടത്തോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. അവൻ്റെ ചെവികളിൽ വിരലിട്ടു. തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എപ്പാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറക്കപ്പെട്ടു, നാവിൻ്റെ കെട്ടഴിഞ്ഞു. അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി. എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു. അവർ അളവറ്റ വിസ്മയത്തോട് പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ആയിരിക്കുമ്പോൾ ക്രിസ്തു സൗഖ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. സൗഖ്യദായകനായ ക്രിസ്തു തൻ്റെ കൃപയുടെ കരം നീട്ടി അനേകർക്ക് സൗഖ്യവും ആശ്വാസം നൽകി കടന്നു പോകുന്നുണ്ട്. ഊമനും ബധിരനുമായ ഒരു മനുഷ്യനെ യേശു തൻ്റെ കൃപയുടെ സാന്നിധ്യത്തിൽ സൗഖ്യപ്പെടുത്തുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ധ്യാനിക്കുക. ഒരു മനുഷ്യൻ്റെ ബലഹീനതയിൽ ഇടപെടുന്ന, അവൻ്റെ സങ്കടങ്ങളിൽ താങ്ങായി നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുഖമാണ് നാം ദർശിക്കുക. സംസാരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി, മൂകനായ ഒരു മനുഷ്യൻ, അവൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും. എല്ലാവരാലും അവൻ മാറ്റി നിർത്തപ്പെടും. ആരും പറയുന്നത് കേൾക്കാനോ ആരോടും തിരികെ പ്രതികരിക്കാനോ കഴിയാത്ത നിസ്സഹായമായ അവസ്ഥ. ആ അവസ്ഥയിൽ അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തു സ്നേഹപൂർവ്വം ഇടപെടുന്നു. അവൻ്റെ കുറവുകളെ ക്രിസ്തു നിറവാക്കി മാറ്റുന്നു. ജനസഞ്ചയത്തിൽ നിന്ന് മാറ്റി നിർത്തി അവനോട് മാത്രമായി ക്രിസ്തു സംസാരിച്ചു. അവനെ സ്നേഹപൂർവ്വം തൊട്ട് സുഖപ്പെടുത്തുന്നു. നോക്കൂ, ഈ സൗഖ്യത്തിൽ വലിയ വ്യത്യസ്തതയുള്ള ഒരു സൗഖ്യമാണ് യേശു നൽകുക. സമൂഹമധ്യത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവിയിൽ സ്പർശിച്ച് അവൻ്റെ നാവിൽ സ്പർശിച്ച് യേശു അവന് സൗഖ്യം നൽകുന്നു. ക്രിസ്തുവിൻ്റെ സൗഖ്യവും ആ സൗഖ്യത്തിൻ്റെ ആഴം അനുഭവിക്കുവാൻ അവൻ അർഹനായി തീരുകയാണ് ചെയ്തത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് മൂകമായി പോയത്, ബന്ധമായി പോയത് ഒക്കെ നവീകരിക്കുവാനും വീണ്ടെടുക്കുവാനുമുള്ള കാലഘട്ടമാണിത്. നമ്മുടെ ജീവിതവും ക്രിസ്തു സ്നേഹത്താൽ പ്രഘോഷിക്കപ്പെടണം. ഇന്നത്തെ സുവിശേഷത്തെ ഏറെ അർത്ഥവത്താക്കുന്ന അനുഭവം എന്തെന്നോ, യേശു ആ മനുഷ്യനെ സൗഖ്യപ്പെടുത്തിയ ശേഷം അവനോട് ആവശ്യപ്പെടുന്നു, നീ ആരോടും ഒന്നും പറയരുത്. എന്നാൽ ആ മനുഷ്യനാകട്ടെ എത്രമാത്രം വലിയ തീഷ്ണതയോടെ അവൻ കാണുന്നവരോടെല്ലാം ക്രിസ്തു തനിക്ക് വേണ്ടി ചെയ്ത നന്മയെ പ്രഘോഷിക്കുന്ന രംഗമാണ്. എങ്ങനെയാണ് അവന് പ്രഘോഷിക്കാതിരിക്കാനാകുക? ഇന്നോളം സംസാരിക്കാൻ കഴിയാത്തവൻ, ഇന്നോളം പ്രപഞ്ചത്തിൻ്റെ മനോഹര ശബ്ദം കേൾക്കാൻ കഴിവില്ലാത്തവൻ, ക്രിസ്തു സ്പർശനത്താൽ ആ കൃപ ലഭിച്ചു കഴിയുമ്പോൾ അവൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പറയാതിരിക്കാനാകുക? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കണം ആ മനുഷ്യൻ സമൂഹമധ്യേ ക്രിസ്തു എന്നെ സൗഖ്യപ്പെടുത്തി എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞത്. നമുക്കും ക്രിസ്തു സ്നേഹത്താൽ പൂരിതരായി മറ്റുള്ളവരോട് അവൻ്റെ സ്നേഹത്തെ പ്രഘോഷിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.